കർത്താവേ, അരുളിച്ചെയ്യണമേ, ഞങ്ങൾ കേൾക്കുന്നു. കർത്താവേ, സമ്പത്തിന് ആളുകളുടെ ഹൃദയങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട്. ചിലർ കൂടുതൽ സമ്പാദിക്കുവാൻ അനന്തമായി പാടുപെടുന്നവരാണ്. മറ്റു ചിലർ തങ്ങൾക്കുള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിക്കുന്നവരാണ്. ധനം മനുഷ്യന്റെ മേൽ ഇത്ര വലിയ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമക്കളെ, ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന സുരക്ഷിതത്വത്തിനായി പലരും ധനത്തെയാണ് ആശ്രയിക്കുന്നത്. സമ്പത്ത് വിശ്വാസത്തിൻ്റെ അടിത്തറയാകുമ്പോൾ ഹൃദയം പിതാവിൽ നിന്ന് അകന്നു പോകും. കർത്താവേ, അതുകൊണ്ടാണോ ധനം വർദ്ധിക്കുമ്പോൾ പലരും മറ്റുള്ളവരോട് കരുണയില്ലാത്തവരായിത്തീരുന്നത്? അതെ, സമ്പത്തിനോടുള്ള ആഗ്രഹം ഹൃദയത്തെ ഭരിക്കുമ്പോൾ കാരുണ്യം മങ്ങിപ്പോകും. ചിലർ കൂടുതൽ സമ്പാദിക്കാൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യും. മറ്റു ചിലർ സ്വാർത്ഥത മൂലം തങ്ങൾക്കുള്ളതിൽ മുറുകെ പിടിക്കും. രണ്ടും ബന്ധനത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. കർത്താവേ, എങ്ങനെയാണ് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ കഴിയുക? പ്രിയ മക്കളെ, ഔദാര്യവും നീതിയും ശീലമാക്കണം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ആവശ്യക്കാർക്ക് പങ്കുവയ്ക്കുകയും സത്യസന്ധമായി ഇടപെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അത്യാഗ്രഹത്തിൻ്റെ ചങ്ങലകൾ അഴിക്കുവാനുള്ള ഏക വഴി ഔദാര്യമാണ്. കരുതുന്ന ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകും എന്ന ഭയം ഉണ്ടാവില്ല. കർത്താവേ, അതുകൊണ്ടായിരിക്കുമോ തിരുവെഴുത്തുകൾ ഉദാരമനസ്കരെയൊക്കെ പ്രശംസിക്കുന്നത്? അതെ, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. തണുപ്പിക്കുന്നവർക്ക് തണുപ്പ് കിട്ടുമെന്ന ശലോമോന്റെ ഉപദേശം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉദാരമതിയായ ഒരു വ്യക്തി സ്വർഗസ്ഥ പിതാവിൻ്റെ ഹൃദയത്തെയാണ് വെളിപ്പെടുത്തുന്നത്. സ്വർഗസ്ഥ പിതാവ് എല്ലാവർക്കും മഴയും സൂര്യപ്രകാശവും ജീവനുമൊക്കെ സമൃദ്ധമായി നൽകുന്നത് പോലെ അവനിൽ ആശ്രയിക്കുന്നവർ നീതിയോടും ദയയോടും കൂടി ദൈവം അവർക്ക് നൽകിയത് പങ്കിടാൻ തയ്യാറാകും. കർത്താവേ, പണത്തേക്കാൾ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുഗ്രഹങ്ങളെക്കാൾ
അനുഗ്രഹദാതാവിൽ ഹൃദയം സമർപ്പിക്കാൻ പഠിക്കുമ്പോൾ ധനം നിങ്ങളുടെ യജമാനനാകാതെ ദാസനായിത്തീരും. ആവശ്യക്കാർക്ക് മുമ്പിൽ ആർദ്രതയോടെ ഹൃദയം തുറക്കുവാനുള്ള സന്മനസ്സുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായിത്തീരും. ആമേൻ. കർത്താവേ, സ്തോത്രം. ലൂക്കോസ് 16-ാം അധ്യായം. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് തരും? ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കും, മറ്റവനെ സ്നേഹിക്കും. അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അനേകം ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കുവാനും സൗജന്യദാനമായി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഹൃദയപൂർവം ആവശ്യക്കാർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള തുറവി ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭാശംസകളോടെ എ. പി. ജോർജ് അച്ഛൻ.